നമസ്കാരം. ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക്. വിനോദിന്റെ സംവിധാനത്തിൽ തളപതി വിജയ് നായകനാകുന്ന 69ാം ചിത്രം ജനനായകന്റെ റിലീസ് ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. വിജയുടെ അവസാന സിനിമയെന്ന പേരിൽ ശ്രദ്ധേയമായ ജനനായകന്റെ റിലീസ് ഇപ്പോൾ പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നു. സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ വിധി ജനുവരി 9, അതായത് ഇന്ന് രാവിലെ 10 മണിക്കാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വരാൻ പോകുന്നത്. ചിത്രം റിലീസിലാവാൻ ഒരുങ്ങുന്നതും ഇന്ന് തന്നെയായിരുന്നു. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കൾ KVN പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. മതവികാരം വ്രണപ്പെടുത്തി സായുധ സേനയെ വികലമായി ചിത്രീകരിച്ചു എന്നീ പരാതികൾ ലഭിച്ചതിനാൽ ചിത്രം വീണ്ടും കാണാൻ റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് കൈമാറിയെന്ന ബോർഡിന്റെ വിശദീകരണത്തെ തുടർന്നാണ് കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നത്. ജനനായകൻ ചിത്രത്തിന്റെ OTT ഡിജിറ്റൽ സ്ട്രീമിംഗ് റൈറ്റ്സ് റെക്കോർഡ് പ്രൈസായ 120 കോടിക്ക് ആമസോൺ പ്രൈം വീഡിയോ 5 ലാംഗ്വേജസിൽ വാങ്ങിയിരിക്കുന്നു. ചിത്രത്തിന്റെ ഓവർസീസ് തിയേറ്ററിക്കൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് റെക്കോർഡ് പ്രൈസായ 78 കോടിക്ക് ഫാറസ് ഫിലിംസ് വാങ്ങിയിട്ടുണ്ട്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് സീ തമിഴ് ചാനലാണ് വാങ്ങിയിരിക്കുന്നത്. UK-യിൽ ജനനായകൻ ചിത്രത്തിലെ സെൻസറിംഗ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. UK-യിൽ എന്താണ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ തളപതി വിജയ്സ് കരിയർ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ജനനായകൻ ചിത്രത്തിൽ മൊത്തത്തിൽ 10 മരണമാസായ ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടായിരിക്കും. അനാവശ്യ കാലതാമസം വരുത്തുന്നതിലൂടെ കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന് നിർമ്മാതാക്കൾ KVN പ്രൊഡക്ഷൻസ് കോടതിയെ അറിയിച്ചിരുന്നു. 9-ന് നിശ്ചയിച്ച ചിത്രത്തിന്റെ റിലീസ് ജനുവരി 10-ലേക്ക് മാറ്റുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് ചോദിച്ച കോടതി പരാതികൾ ഹാജരാക്കാൻ ബോർഡിനോട് നിർദ്ദേശിച്ചിരുന്നു. ടിക്കറ്റ് വരുമാനം പങ്കിടുന്നതിനെ ചൊല്ലി നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചില തിയേറ്ററുകളിൽ മുൻകൂർ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. 500 കോടി രൂപയാണ് ജനനായകൻ ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ്. 5000 തിയേറ്ററുകളിലാണ് ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ജനുവരി 9 രാവിലെ 10 മണിക്കാണ് മദ്രാസ് ഹൈക്കോടതി വിധി പറയാൻ പോകുന്നത്.